മോസ്റ്റ്ലി ടാറ്റൂസ് അലൗഡ് ആണ്, പക്ഷെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടെന്ന് മാത്രം. എയർലൈൻ എപ്പോഴും പറയാം നോ വിസിബിൾ ടാറ്റൂസ്. ഈ നോ വിസിബിൾ ടാറ്റൂസ് എന്ന് പറയുന്നത് കൊണ്ട് എയർലൈൻ മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എയർലൈൻ്റെ യൂണിഫോം നമ്മൾ വിയർ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ യൂണിഫോമിൽ ഒരു ടാറ്റൂസും വിസിബിൾ ആവാൻ പാടില്ല. അതായത് ഇപ്പോൾ ചില എയർലൈൻ്റെ യൂണിഫോം ഹാഫ് സ്ലീവ് ആയിരിക്കും, ചിലത് 3/4 സ്ലീവ് ആയിരിക്കും, ചിലത് ഫുൾ സ്ലീവ് ആയിരിക്കും. നമുക്ക് ഓരോ എയർലൈൻ്റെ യൂണിഫോം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിഫോംസ് ആണ്. അപ്പോൾ ആ യൂണിഫോം ഇടുന്ന ടൈമിൽ നമ്മുടെ ടാറ്റൂസ് വിസിബിൾ ആവാൻ പാടില്ല. അങ്ങനെയുള്ള ടാറ്റു ഉണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂവിൽ റിജക്റ്റ് ആവും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ നെക്കിലൊക്കെ ടാറ്റു ഉണ്ടെങ്കിൽ നമ്മൾ ഏത് യൂണിഫോം ഇട്ടാലും നെക്കിലെ ടാറ്റു ഒക്കെ വിസിബിൾ ആവും അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇൻ്റർവ്യൂവിൽ റിജക്റ്റ് ആവും. പിന്നെ ക്രൂവിന് എയർലൈൻ തന്നെ ഓരോ എയർലൈൻ്റെ വേക്കൻസീസ് വരുമ്പം അവർ ആ നോട്ടിഫിക്കേഷൻ ഇടുന്ന സമയത്ത് അതിൻ്റെ അകത്തുണ്ട് ആ ടാറ്റു അലൗഡ് ആണോ ഇല്ലയോ, ഏത് ഭാഗത്തൊക്കെ ടാറ്റു ഉള്ളത് അലൗഡ് അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ യൂണിഫോമിൻ്റെ ഇതനുസരിച്ച് അവർ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻ്റർവ്യൂവിൽ ശ്രദ്ധിക്കണം ടാറ്റു ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം ഇതാണ് ടാറ്റുവിനെ കുറിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻസ്. ടാറ്റു അലൗഡ് ആണോ ഇല്ലയോ എന്ന് എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഡൗട്ടാണ്. ഒത്തിരി പേര് ടാറ്റുവിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു വന്നിട്ട് ഇന്ന സ്ഥലത്ത് ടാറ്റു ഉണ്ട് ഇതൊക്കെയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് ക്ലാരിഫൈ ചെയ്തതാണ്.